സുഹൃത്തുക്കളെ, KSCB ഇരിഞ്ഞാലക്കുട ഡിവിഷൻ കുടുംബയോഗം ഉദ്ഘാടനം അഡ്വക്കേറ്റ് KR വിജയ നിർവഹിച്ചു. അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അടക്കം ഒരുപാട് പേർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. കുറച്ച് പേര് പാട്ടുകൾ പാടി. തീർച്ചയായിട്ടും കുടുംബയോഗങ്ങളുടെ പ്രസക്തി ഞാൻ പറയേണ്ടതില്ല. വീട്ടുമുറ്റ സദസ്സുകൾ ഒരുപാട് പാർട്ടി തലത്തിലും CITയുടെ തലത്തിലും DYFIയുടെ തലത്തിലും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ തലത്തിലും ഈ ഇലക്ഷൻ ടൈമിലെ പ്രധാനമായിട്ട് ഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളും കലാപരിപാടികളുടെ അവതരണങ്ങളും നാടകങ്ങളുടെ അവതരണങ്ങളും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളുടെ അവതരണങ്ങളുമായിട്ട് സജീവമാകേണ്ട കാലമാണ്. കാരണം ഈ 26-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് ജൂണിൽ റിസൾട്ട് വരുന്നതോടുകൂടി ഏകാധിപത്യ വർഗീയ ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥ, ഗതികെട്ട അവസ്ഥ വീണ്ടും വരികയാണ്. ഇത്തരം സെക്യുലർ ആയിട്ടുള്ള ജനാധിപത്യ സംവാദങ്ങളുടെ ഇടങ്ങൾ, സാംസ്കാരിക ഇടങ്ങൾ നഷ്ടപ്പെടാൻ ഭയങ്കര സാധ്യതയുണ്ട്. അവിടെയൊക്കെ പിന്നെ ഈ ED പോലുള്ള അത്തരം ആളുകളുടെ സമ്മതത്തോടുകൂടി എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ള തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പണിയായി. കേരളം അങ്ങനെ പെട്ടെന്ന് വഴങ്ങുന്ന ഒരു സ്ഥലമല്ല എന്നവർക്കറിയാം. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നവോത്ഥാന പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ചരിത്രഭൂമിയായിട്ടുള്ള കേരളത്തിൽ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇതുവരെ നമ്മുടെ സമാധാന ജീവിതം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷണം, വിദ്യാഭ്യാസ സംരക്ഷണം, ആഹാരം, വസ്ത്രം, പാർപ്പിടം, സംസ്കാരം, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ സജീവമാകേണ്ട കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കുടുംബയോഗത്തിന്റെ പ്രസക്തി. അത്തരം കാലഘട്ടം അതിഭീകരമായിട്ട് നിശബ്ദതയുടെ ഒരു കാലഘട്ടമായിട്ട് പണ്ട് ചരിത്രത്തിലുണ്ട്. ഹിറ്റ്ലർ 10 വർഷം കൊണ്ട് എങ്ങനെയാണ് ജർമ്മനി കീഴടക്കിയത്? അവിടെ ഒരു നിസ്സംഗത പുരോഗമന പ്രസ്ഥാനങ്ങളകത്ത് കടന്നുകൂടിയത്. ഇറ്റലിയിലെ മുസോളിനി എങ്ങനെയാണ് ഫാസിസം അടിച്ചേൽപ്പിച്ച് ഭരണത്തിലേക്ക് വന്നത്? അവിടേക്ക് ഒരു നിസ്സംഗത വന്നു. സെക്കൻഡ് വേൾഡ് വാറിന്റെ സാമ്പത്തിക ഡിപ്രഷന്റെ കാലമായതുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞു. മനുഷ്യർക്ക് നട്ടം തിരിയുന്ന കാലത്ത് ഇവര് വംശീയതയും വർണ്ണപതിയും ആര്യ ബ്ലഡിന്റെ മഹത്വമൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചടക്കി. സ്വപ്നം പോലെ ജനം വിചാരിച്ചു ഇതായിരിക്കും ഇനി വരാൻ പോകുന്ന സ്വർഗം. പക്ഷെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് പേരെ കൊല്ലുക എന്നുള്ള അവരുടെ ഗൂഢപദ്ധതിയാണ് നടപ്പാക്കിയത്. പക്ഷേ 45ഓടുകൂടി അത് അവസാനിച്ചു. നമുക്കറിയാം, എല്ലാ ഫാസിസ്റ്റുകളും ഒന്നുകിൽ ഭ്രാന്തന്മാരും, അല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ ജനങ്ങളാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുക. ഈ 3 അവസ്ഥയിൽ നിന്ന് വിട്ട് ഒരു മഹത്വവൽക്കരണം ഫാസിസത്തിന് ഇതേവരെ ലോകത്തിൽ സംഭവിച്ചിട്ടില്ല. സെന്റ് ഹെലന ഐലൻഡില് 7 വർഷം ബ്രിട്ടീഷുകാരുടെ തടവുകാരനായി കിടന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ലോകം കീഴടക്കാൻ ഇറങ്ങിയ പാർട്ടി രക്ഷയില്ല. അവിടെ കിടന്ന് ഗൊണോറിയ പിടിച്ച് മരിച്ചു. അപ്പോ ഇവിടെ നമുക്ക് ഈ ഇലക്ഷൻ ടൈമിൽ ഇത്തരം ഈ ഓർമ്മപ്പെടുത്തലുകൾ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനൊരു കവിത എടുത്തിട്ട് സമകാലിക ഇന്ത്യയുടെ പ്രശ്നങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത് ലോക പ്രശസ്തമായൊരു കവിതയാണ്. കവി എഴുതിയെന്ന് പറയാൻ പറ്റില്ല. ഒരു ജർമ്മൻ പാസ്റ്റർ, പാതിരി മാർട്ടിൻ നീമൊള്ളർ എഴുതിയ ഒരു 10-15 വരികളാണ്. ഇതെല്ലാ സാംസ്കാരിക പ്രവർത്തകരും നമ്മുടെ പത്രങ്ങളിലും ദേശാഭിമാനികളിലും കരടി ചാനലിലും ജോൺ ബ്രിട്ടാസും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയും. അവസാനം അവർ എന്നെ തേടി വന്നു എന്നാണ് ആ കവിതയുടെ പേര്. ഞാനതൊരു 10ാമത്തെ അവതരണമാണ്. ഇതിനെ നമ്മൾ അവർ നമ്മെ തേടി വരുമ്പോൾ, അവസാനം അവർ നമ്മെ തേടി വരുമ്പോൾ എന്ന് മാറ്റിക്കൊണ്ട് മാർട്ടിൻ എന്ന പേരുള്ള എൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള സംവാദത്തിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയാണ്. എന്നിട്ട് അവസാനമാണ് നമ്മൾ സമകാലിക ഇന്ത്യയിലേക്ക് വരിക. കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇതിന് സാങ്കേതികമായിട്ട് സഹായിക്കുന്നത് സുരേഷ് നന്മ, ലതാ മോഹൻ പാലക്കാട്. ഇന്നലെ വരെ സുനിൽകുമാറിന്റെ വിജയത്തിനായിട്ട് തിരുനാടകങ്ങൾ സഖാവ് മാലതിക്ക് പറയാനുള്ളത് എന്നുള്ള നാടകം
കുറുമ്പിലാവിലും ഉള്ളിലൊക്കെ അവതരിപ്പിച്ചു. അതിൻ്റെ ടെലിഡ്രാമ ഇന്ന് രാവിലെ 7 മണിക്ക് ചക്കോട് ദിക്കാട് ഫിലിംസ് എന്നുള്ള യൂട്യൂബിൽ ഇവരുടെ വീട്ടുമുറ്റത്ത് അടുക്കളയിലൊക്കെ ഷൂട്ട് ചെയ്തത് കയറിയിട്ടുണ്ട്. നാടകം 35 മിനിറ്റുണ്ട്, ടെലിഡ്രാമ 20 മിനിറ്റാണ്. ഇതെല്ലാം പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ലൈവ് ഷൂട്ട് ലതാമോഹനും സുരേഷ് ചെയ്യുന്നു, മ്യൂസിക് സുരേഷ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഞാൻ ആരംഭിക്കുകയാണ്. ഇതിനു വേണ്ടി എന്നെ ക്ഷണിച്ച, ഈ അവതരണത്തിന് എന്നെ ക്ഷണിച്ച ബാബുരാജ് അടങ്ങുന്ന ഇവിടുത്തെ നിങ്ങളെല്ലാവരും, ഒരുപാട് പേരെ ഞാൻ പരിചയമുള്ളവരുണ്ട്. KSEBയുടെ ഈ ഇരിഞ്ഞാലക്കുട ഡിവിഷൻ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹികൾക്കും സംഘാടകർക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അവസാനം അവർ നമ്മെ തേടി വരുമ്പോൾ ഒരു ആന്റി ഫാസിസ്റ്റ് അവതരണം. ഫാസിസമാണ് ശരി, അത് വർഗീയ ഫാസിസം ആണെങ്കിൽ കൂടുതൽ ശരി. ഇതാണല്ലോ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞൊരു 6 മാസം 8 മാസമായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു, അന്ന് നിന്നു. ഈ ഫാസിസത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയതെന്ന ഏതോ കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി കിട്ടി കഴിഞ്ഞപ്പോ അല്ലെ, മൾട്ടിനാഷണൽ കമ്പനികളുടെ ആ സുഖലോലുപമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുടനെ കഴുതയാക്കുന്ന ആ അവസ്ഥ അതില് കയറി കഴിഞ്ഞപ്പോഴാണ് ഈ ഫാസിസം ശരി ശരി എന്നൊക്കെ ഉപദേശിച്ചു. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റവും അത്തരം കാര്യങ്ങൾക്ക് പറയുമ്പോൾ എനിക്ക് അലർജിയാണ്. എന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊന്നും എന്റെ കാര്യമായി കമന്റുകൾ കാണുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാർട്ടി ഞാൻ നിനക്ക് ഇതുപോലെ എന്റെ നാടകക്കാരൻ ഞാൻ എത്തി. അപ്പോ കഴിഞ്ഞ ദിവസം പെരുമാടത്തില് റിഹേഴ്സൽ കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ്. ഇനി കളിക്കാൻ പോകുന്ന നാടകമുണ്ട്. അപ്പൊ അതും കൂടി ചേർത്തുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നത്, നീ പെട്ടെന്ന് ഇതിൽ പോകരുത്. ഞാനിവിടെ നിനക്കൊരു ലൈവ് കാണിച്ചു തരാം. ഫേസ്ബുക്ക് ലൈവാണ്. മാർട്ടിൻ നീമുള്ളർ എന്ന് പറയുന്ന ജർമ്മൻ മാസ്റ്ററെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. മാർട്ടിൻ ആള് വലിയ പാതിരിയാണ്, വിശ്വാസിയൊക്കെ ആണെങ്കിലും ഒരു 12-15 വരി കൊണ്ട് ലോക പ്രശസ്തനായി. എന്തുകൊണ്ടാണ്? അതായത് ജർമ്മനിയിലെ ഫാസിസ്റ്റ് ആയിട്ടുള്ള ഹിറ്റ്ലർക്ക് എതിരെ അദ്ദേഹം ഒരു 10-15 വരികൾ എഴുതി. അതാണ് പ്രധാന കാര്യം. ആ വരികൾ ഞാനൊരു ഡ്രാമ പോലെ ഞാൻ പലർക്കും ഇംപ്രവൈസ് ചെയ്യുന്ന. അപ്പൊ അത് ഞാൻ നിനക്ക് ഒന്ന് അവതരിപ്പിച്ച് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇന്ത്യൻ അവസ്ഥയെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഓക്കെ? അപ്പോ നീ ലൈവിൽ പോകരുത്. മാർട്ടിൻ ലൈവിൽ പോകരുത്. ഓക്കെ, ഒരു സെക്കൻഡ് നെറ്റിൽ ഒന്ന് ലൈവ് പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ്. ഞാൻ സെൽഫിയിലാണ് ലൈവ്, എങ്കിലും നിങ്ങൾക്കത് കാണാം, പബ്ലിക്കിലാണ്. നീ എന്തായാലും പോകരുത് പറഞ്ഞു. റൈറ്റ്, ലൈവ് ഓക്കെയാണ്. ഇനി നമുക്ക് അതിലേക്ക് എടുക്കാം. നമ്മൾ ഈ ജെൻഡേ കെയിം ഫോർ മീ എന്ന് പറയുന്ന ആ മാർട്ടിൻ നീമുള്ളറുടെ കവിത ഞാൻ ഇവിടേക്ക് മാറ്റിയത് അവസാനം അവർ നമ്മൾ തേടി വരും. ഓക്കെ, ചെറിയൊരു മാറ്റം. നമ്മളിപ്പോ ജർമ്മനിയിലാണ്. ഞാനിപ്പോ അവിടുത്തെ ഒരു വിശ്വാസിയായിട്ട് മനുഷ്യനായി മാറുക. അദ്ദേഹം സുഖലോലുപനാണ്, ചെറിയ ക്രിസ്ത്യൻ വിശ്വാസിക്കുകയാണ്.
പള്ളിയിൽ നിന്നൊക്കെ വന്നാൽ ഒരൽപ്പം മീനൊക്കെ കഴിച്ച് പുള്ളി ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരെയും സോഷ്യലിസ്റ്റുകളെയും ട്രേഡ് യൂണിയനിസ്റ്റുകളെയും നിരീശ്വരവാദികളെയൊക്കെ കളിയാക്കിക്കൊണ്ട് അപ്പം ഇപ്പൊ ഞാൻ ക്യാരക്ടർ ആവാം. ഓക്കെ, ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചില്ല. ചെറിയ പ്രശ്നം പോകുന്നത് ഓക്കെ കാണാം. ചെറിയ ഞങ്ങളെല്ലാം ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു. ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നു. പിന്നൊന്നിന് ഞാൻ പ്രതികരിക്കും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല, പിന്നെ ഞാൻ പ്രതികരിക്കണം. മാത്രം നിന്നെ പോലെ രണ്ടാമത്തെ വരിയിൽ കിടക്കാം. പിന്നീട് അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. തേടി വന്നു. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. എന്റെ ഫ്ലാറ്റിന്റെ മുകളിലുള്ളവർ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ബൂട്ട്സിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഓടി കയറി പോകുന്നു. ബൂട്ട്സിന്റെ ശബ്ദം ഞാൻ കേട്ടു. അവനെ പൊക്കിക്കൊണ്ടു. ഞാൻ പ്രതികരിച്ചില്ലല്ലോ. രണ്ടാമതൊന്നും തൊട്ടു താഴെയുള്ള സോഷ്യലിസ്റ്റുകളുടെ ഫ്ലാറ്റിലേക്ക് റൂമിലേക്ക് അവിടെയും നാസി പോലീസിന്റെ ബൂട്ടിന്റെ ശബ്ദം ഞാൻ കേട്ടു. മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞാൻ നടുക്കിലെ ഫ്ലാറ്റിലാണ്, സുരക്ഷിതനാണ്. തൊട്ട് താഴെ രണ്ടുപേരും കൂടി. അതൊന്ന് ട്രേഡ് യൂണിയനിസ്റ്റ് നേതാവ്, പിന്നെ ഏറ്റവും താഴെ ഒരു ചൂടൻ. ആദ്യം ശ്രദ്ധിക്കണം, എനിക്ക് ഇഷ്ടപ്പെട്ട നിന്റെ ശത്രുക്കളാ. പിന്നീട് അവർ ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു. ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു. തേടി വന്നു. അപ്പോൾ മാർട്ടിൻ ഞാൻ പ്രതികരിച്ചില്ല. ട്രേഡ് യൂണിയനിസ്റ്റ്, സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഏറ്റവും താഴെ ചൂടൻ. സോഷ്യലിസ്റ്റിന് കമ്മ്യൂണിസ്റ്റിന് ഞാൻ എടുത്ത നിസ്സംഗത ഇവിടെ ഞാൻ എടുത്തു. ഞാൻ പ്രതികരിച്ചില്ല. അങ്ങനെ ട്രേഡ് യൂണിയനിസ്റ്റുകളെയും പട്ടാളങ്ങളും നമ്മൾ ഒറ്റപ്പെടുകയാണെങ്കിലും എനിക്കങ്ങനെ തോന്നിയില്ല. ഞാൻ നമ്മുടെ ഗവൺമെന്റിൽ വിശ്വസിക്കുന്ന ആളാണ്. ഏകാധിപത്യ ഗവൺമെന്റിൽ ഞാൻ വിശ്വസിക്കുന്ന ആളാണല്ലോ. അതെ, ഇങ്ങനെ പറയും. പിന്നീട് അവർ ജൂതനെ തേടി വന്നു. ഒരു മുട്ടയും പൊക്കിക്കൊണ്ടു. അപ്പോൾ ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു ജൂതനല്ലായിരുന്നു. ഞാനൊരു ജൂതനല്ലായിരുന്നു മാർട്ടിൻ. പിന്നെ ഞാൻ എന്തിനു പ്രതികരിക്കണം?
റേഞ്ചിന് മാറുന്നത്. പിന്നെ വേണം പിന്നെ പ്രതികരിക്കണം. ഞാനിങ്ങനെ വീഞ്ഞും അല്പം വിശ്വാസവും ആപ്പിളും അല്പം പരദൂഷണവും പൂർണ്ണവും മറ്റേ വീഡിയോകളൊക്കെ കണ്ട് അല്പം മുസ്ലിമായതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അതിന്റെ കുറെ ഏകാധിപതികൾ കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെൽ ഡൺ, ബെസ്റ്റ് വിഷസ്. വരുന്നുണ്ട് അടുത്ത വഴി. പിന്നീട് അവർ മാർട്ടിൻ, ഞാൻ എന്റെ നടുക്കിലത്തെ റൂമിലെ ഫ്ലാറ്റിന്റെ മുറിയിൽ നിന്ന് അല്പം ഓർപ്പിട്ടായപ്പോൾ ഒന്ന് ശാസിച്ചു. അതൊരു നാസി കുടിമേലായി അറിയാതെ പറ്റിയതാ മാർട്ടിൻ. ശ്രദ്ധിക്കണം. അവസാനം അവർ എന്നെ തേടി വന്നു. എന്നെ തേടി വന്നു. അവസാനം അവർ എന്നെ തേടി വന്നു. ദൈവമേ, ദൈവമേ, open the door. ദൈവമേ, അവസാനം അവർ എന്നെ തേടി വന്നു. അവസാനം അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ചുറ്റുപാടുണ്ടായിരുന്നില്ല. വല്ലതും മനസ്സിലായോ? ഈ കവിത അവിടെ അവസാനിപ്പിക്കും. 1946 ഹിറ്റ്ലർ കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു ദിവസമാണ് മാർട്ടിൻ ലൂതർ
ജർമ്മൻ ജയിലിൽ മരണപ്പെട്ടു, അസുഖം ബാധിച്ചു. പക്ഷെ ഇവിടെ മാറ്റി, ഇവിടെ ഈ കവിതയിൽ പറയുന്ന പോലെ എനിക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നിടത്ത് അവസാനിക്കുന്നില്ല ഇന്ത്യൻ ചരിത്രം. നിസ്സംഗരായ മനുഷ്യർക്കുള്ള മുന്നറിയിപ്പാട് മാറ്റങ്ങൾ നടന്നുകൊടുത്തു. സമയാസമയങ്ങളിൽ പ്രതികരിച്ചില്ലെങ്കിൽ അത് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും ജർമ്മനിയിലെ ബുദ്ധിജീവികളാണെങ്കിലും ഇറ്റലിയിലെ ആണെങ്കിലും വിശ്വാസത്തിന്റെ പേരിൽ അവർ കൃത്യമായിട്ടും കീഴടക്കണം. അപ്പോ ആ ഗതികെട്ട അവസ്ഥയെ കുറിച്ചാണ് ആ മനുഷ്യനെ അതത്ര എഴുതി. ഏത് കാലത്തെ ഏകാധിപത്യത്തിന്റെ കാലത്താണ് അതൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലേക്ക് വരാം. ഇവിടെ പോരാട്ടങ്ങൾ മുന്നോട്ട് പോകും. നമുക്കില്ല, പ്രത്യേകിച്ച് കള്ളത്തില്ല. പോരാട്ടം കേട്ടാൽ സജീവമാകും. ഓടാപ്പില്ലേ പോരാട്ടം എന്ന് വേണ്ടി കേട്ടപ്പോ ഫേസ്ബുക്കിലെ സഖ്യങ്ങളാണ്. കോൺഗ്രസിൽ സഖ്യായ അതൊരു കക്ഷി നിൽക്കുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇന്ത്യ മാത്രമല്ല, കേരളത്തിൽ നോക്കാം. വളരെ ശ്രദ്ധിക്കും. കൂട്ടായ്മയുടെ ഭാഗമാണ്, സമരത്തിന്റെ ഭാഗമാണ്. പ്രളയം, അതിജീവനം. മാർട്ടിൻ ലോകമെന്തായാലും കേരളം എങ്ങനെയാണ് അതിജീവിക്കുന്നത് വികസിക്കുന്നത്, അതിന്റെ സാമൂഹികമായിട്ടുള്ള അവസ്ഥയാണ്. കോവിഡ് മഹാമാരി, അതിജീവനം വെറുതെ ഉണ്ടായതെന്നത് അത് കൂട്ടായ്മയുടെ ഭാഗമാണ്. നെക്സ്റ്റ്, ഇപ്പൊ ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. പട്ടാളം യുദ്ധം അങ്ങനെയൊരു അവസ്ഥയിലേക്കാണ്. അത് നമുക്ക് ഉക്രൈനിൽ ആയിരം കച്ചവടം നടത്തി 3,000 വിജയിക്കണം. അത് യുദ്ധവും കലാപവും വേണം. ഒന്നുണ്ടാവില്ല. കലാപം, യുദ്ധം, ഉക്രൈൻ യുദ്ധം, പലസ്തീൻ, ഗാസ. നമ്മൾ ആലോചിക്കും, അമേരിക്കൻ സ്പോർട്സ് അറിയില്ല. അതിനെ കുട്ടിച്ചാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ആൾക്കാർ അതിനെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ നിസ്സംഗത കൊണ്ട് മറികടക്കാൻ പറ്റില്ല. ഈ ബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ ചർച്ചക്ക് പറയുന്നത് മൗനം കൊണ്ട്, സഹനം കൊണ്ട് മറികടക്കാൻ സമരം കൊണ്ടേ പറ്റൂ. നീ നോക്കൂ, ചെക്കുവരയുടെ വരികൾ ശ്രദ്ധിക്കുക. ചെക്കുവരയുടെ വരികളാണ് എനിക്ക് നോക്കുന്നത്. ഉയരാൻ അടിക്കുന്ന കയ്യും പറയാൻ അടിക്കുന്ന നാവും അടിമത്തത്തിന്റെ നാളുകൾ ചെക്കുവേര. മാർട്ടിൻ നിയമങ്ങളൊക്കെ ചെക്കുവരയെ നന്നായിട്ട് നിരീക്ഷിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ വരി ചെയ്യുന്നത്. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. സമരത്തിലൂടെ നമ്മളുടെ ഇതാണ് ഗവൺമെന്റ് നൽകിയ സംഭാവന. സമരം ചെയ്യുന്ന മനുഷ്യർക്ക് ഇന്ധനമില്ല. ഗവൺമെന്റ് നൽകുന്ന സംഭാവന നീ കണ്ട സ്പോൺസേഡ് ഗവൺമെന്റ് പക്ഷെ നമ്മളത് അസൂയപ്പെടും. എങ്ങനെ കേരളം ജീവിക്കും? അസൂയപ്പെടും. മാർട്ടിൻ, നീ ശ്രദ്ധിക്കുക. ഇനി ഈ അടുത്ത നടന്ന സമരങ്ങളെ കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷൻ എങ്ങനെ നേരിടുന്നു? അടുത്ത നടന്ന സമരങ്ങൾ ശ്രദ്ധിക്കുക. അവസാനം തുടർന്നവർ കർഷകരെ തേടി വന്നു. ലോകത്തിലെ എല്ലാ കർഷകരെ കൂടി അതിനെതിരെ ശക്തമായിരുന്നു. രക്തസാക്ഷികളെ സംഭവിക്കും.
സോഷ്യൽ മീഡിയ സ്കില്ലുകളാണ്. മനസ്സിലാക്കി മാർച്ചിൻ നിയമങ്ങളോടുകൂടി ചരിത്രം അവസാനിക്കുന്നില്ല. സമരങ്ങളുടെ പോരാട്ടം മുന്നോട്ട്. ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയകളിൽ യുദ്ധമണിയന്മാർ തുലയട്ടെ, ഫാസിസം തുലയട്ടെ. ആയിരക്കണക്കിന് സോഷ്യൽ മീഡിയ, ഒരുപക്ഷെ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിനടക്കം നിരോധിക്കാൻ പറ്റാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിലൂടെ വ്യൂവേഴ്സിലൂടെ. അപ്പൊ ഇത് മാറ്റിക്കൊണ്ടുള്ളവർക്ക് ശേഷം തുടർന്നുള്ള ലോകമാണ് ഇന്ത്യ. അത് മനസ്സിലാവുന്നു. ഇനി നമുക്കെന്നും വീതി നമ്മൾ കെട്ടിയ അനന്തര സംഘപരിവാർ ശക്തികൾ ഈ ചെങ്കൊടികൾ ഉയർന്നു പോകുമ്പോൾ സാക്ഷികൾ നിലവിളി തീർച്ചയായിട്ടും ഈ പട്ടാളത്തിന് വാഴ്ചയ്ക്കുമേൽ തോക്കിനുമേൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ നമുക്ക് നേരമില്ല. നമുക്കിവിടെ ഇലക്ഷൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സ്ക്വാഡുകളൊക്കെ ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോകും. നമ്മൾ അത്തരം ഊർജ്ജത്തെ ഡൈവേർട്ട് ചെയ്യാനാണ് നീ അടക്കം നിന്റെ കൂട്ടുകാരടക്കം പ്ലാൻ ചെയ്ത് തെറി വിളിക്കും. കുറച്ച് കഴിഞ്ഞാൽ NDFP കൊണ്ട് കാട്ടി. കാരണം നിരന്തരം നമ്മൾ ഈ റീൽസും ഇങ്ങനെയുള്ളതൊക്കെ ഇടുമ്പോ മാറ്റിപ്പോയി, മാറ്റിലെത്തായി അൺഫ്രണ്ട് അവരെന്നെ അൺഫ്രണ്ട് ചെയ്തു. ആ ശരി ശരി. യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട് ഈസ് റെസ്ട്രിക്റ്റഡ് ഫോർ 3 weeks. ഇതിൽ വന്നിരിക്കുക നമ്മുടെ രാഷ്ട്രീയ പ്രൊപ്പഗൻഡ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ കട്ട് ചെയ്തു. മൈല് വലിയ സത്യം പറഞ്ഞു, ഈ ലോകത്തിലെ മനുഷ്യനേക്കാൾ വലിയ സോഷ്യൽ മീഡിയ വേറെ ഇല്ല. നമ്മൾ അടിത്തട്ടിൽ ഗ്രാമങ്ങളിൽ വാർഡുകളിലേക്ക് ഇറങ്ങി നമ്മൾ തെരുവ് നാടകങ്ങളും പ്രവർത്തനങ്ങളും അതിനപ്പുറത്തേക്ക് നാടകത്തിൽ മാറ്റിപ്പോയി സോഷ്യൽ മീഡിയ കട്ടായി. എനിക്ക് നിങ്ങളോട് പറയാം, നമ്മൾ ഈ നേരത്തെ കാണിച്ചതെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റ് കേന്ദ്രം ഭരിച്ചുണ്ടാക്കിയതല്ല. കാലാകാലങ്ങളായി കോൺഗ്രസ്, പിന്നീട് ഒരു 10 വർഷമായിട്ട് BJP ഗവൺമെന്റ് കാട്ടിക്കൂട്ടി പരിപാടി. 56 ലക്ഷം കോടി, ഇപ്പൊ എത്ര ചെയ്യുന്നത്? 200 ലക്ഷം കോടി. 50 രൂപയുടെ ഗ്യാസ് പോയിട്ട് 1000 സബ്സിഡികൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ നേരിടുന്നുണ്ട്. നമ്മുടെ ഈ ഇലക്ഷനിൽ 20 LDF സ്ഥാനാർത്ഥികൾ നല്ല ചുണക്കുട്ടന്മാരാണ്, കുതിരകളായി, ബുദ്ധിയുള്ള കുതിരകൾ. അവരുടെ ശരീരം കൊണ്ട് ഇങ്ങനെ 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 പോകുന്ന കുതിരകളാണ്, ബുദ്ധി ഉപയോഗിച്ച് പോകുന്നു കുതിരകളായിട്ട് ഡൽഹിയിലെത്തുന്നു. ഒറ്റ ചോദ്യം, BJP ഗവൺമെന്റും കോൺഗ്രസും ഭയക്കുന്നത് നമ്മൾ ഈ RSSനെയും മോഡിക്കെതിരെ സംസാരിച്ച് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ മുഴുവൻ അടിച്ചു മാറ്റി ആരുകൊണ്ട് ഈ രക്ഷകനൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി വന്നു, ഒന്നുമില്ല നമുക്ക് പിന്നെ മനസ്സിലായി. ഇത്തവണ നമ്മുടെ ടാർഗറ്റ് ഫ്രം കേരള 20ഓളം നമ്മുടെ MP-മാർ അവിടെ. ഒന്നാം UPA ഗവൺമെന്റിൽ 64 പേര് 2004. നമ്മളാണ് കുതിരകളെ പോലെ ചരട് വെച്ച്, ബാക്കി പലരും കഴുതുകളായി പോകും. പണം കണ്ടാൽ പറയുന്ന കഴുതുകളായി മാറുന്നവരാണ്. അതിനെതിരെ നമ്മളൊരു നിലപാടോട് വ്യക്തമാക്കണം. കൂടുതൽ ഇനി നാടകത്തിലേക്ക് പോകുന്നത് പ്രചരണത്തിലേക്കാണ്.
നമ്മുടെ ഇവിടുത്തെ സ്ഥാനാർത്ഥി അന്തിക്കാറ്റുകാരനായ എനിക്കും കേരളീയരായ നിങ്ങൾക്കും ലോകത്തിലെ എല്ലാ മലയാളികൾക്കും അഭിമാനം എന്ന് പറയാം അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ. ഈ സുനിൽകുമാറിനെ വിജയിപ്പിക്കുക എന്നതാണ് തൃശ്ശൂരിന്റെ ദൗത്യം. അതുപോലെ കറകളഞ്ഞ മനുഷ്യരാണ് നമ്മുടെ ഓരോ മണ്ഡലം. നമ്മുടെ വിദ്യാഭ്യാസ നയത്തിന് ഈ പുതിയ ലോകത്ത് പുതിയ നവലോകക്രമത്തിലൂടെ ഏറ്റുമുട്ടാൻ പാകപ്പെടുത്തിയ രവീന്ദ്ര മാഷ പറഞ്ഞു. ആരോഗ്യ സമയത്ത് നമ്മുടെ എല്ലാ സ്ഥലത്തും ഒരുമിച്ച് നിന്ന് ഒരമ്മയ്ക്ക് പകരം 10,000 അമ്മമാരുടെ ബലം ഉയർത്തിപ്പിടിച്ച ശൈലജ ഇങ്ങനെ ഓരോരുത്തരും. നമ്മുടെ അപ്പുറത്ത് രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണൻ. നമ്മൾ സുനിൽകുമാറിന് വേണ്ടി സംസാരിക്കുന്ന പോലെ അതാത് മണ്ഡലങ്ങളിൽ എല്ലാവരും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കട്ടെ. മാർച്ചിൻ ടീമുകളുടെ കവിത 1945 അവസാനിച്ച പോലെ അത് അവസാനിക്കും. നമ്മൾ നേരത്തെ കണ്ട മാർച്ചിന്മാർ നമ്മുടെ ഒപ്പം നിന്ന പുരോഗമന പ്രസ്ഥാനത്തിനകത്ത് പോയി പിന്നീട് പണം കാണുമ്പോൾ കുഴഞ്ഞു വീഴുന്നവരായിരുന്നു. എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതിനെതിരെ ഡൽഹിയിൽ പോരാട്ടം മൂർച്ഛിപ്പിക്കാനും ജാഗ്രതയിൽ ഒരു ഗവൺമെന്റ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ് അട്ടിമറിക്കുന്നത് ലോകത്തിനോട് പറയാം, മീഡിയയോട് പറയാം, സമരം ചെയ്യാൻ, ചിലപ്പോൾ വെടിയേറ്റ് മരിക്കാൻ, അതും സംഭവിക്കാം. നമ്മൾ ഇടതുപക്ഷത്തിന് വേണ്ടി നന്നായിട്ട് പണിയെടുക്കുക. കൂടുതലൊന്നും പറയാനില്ല. അവസാനം അവർ നമ്മെ തേടി വരുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ LDF-ൽ നിന്നുള്ള സഖാക്കളും സ്ഥാനാർത്ഥികളും ഒപ്പം ഇന്ത്യയുടെ യുവത്വം തീവ്രമായിട്ടുണ്ട്. സമരം ചെയ്ത് ഒപ്പം ഞങ്ങൾ കലാകാരന്മാരും കവികളും സിനിമാക്കാരും നമ്മുടെ ഒപ്പം ഒരുപാട് സിനിമ എല്ലാവരും മണിക്കേറുന്ന സമരത്തിലേക്ക് മുന്നോട്ട് കാര്യം കുതിക്കട്ടെ. ലോകം അത് തിരിച്ചറിയിട്ട് ലോകമാധ്യമ ജാഗ്രതയോടുകൂടി ഇലക്ഷനെ കാണുന്നു എന്ന് പറയുന്നത് ഒന്ന് നരേന്ദ്രമോദിയൊക്കെ കാട്ടിക്കൊടുക്കുന്ന എന്തെല്ലാം അഭ്യാസങ്ങളുണ്ടോ, എന്തെല്ലാം നെഗറ്റീവ്സ് ഉണ്ട് അത് പിടിക്കാനുണ്ട്. ഒപ്പം നമ്മൾ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ അതിന്റെ പോരാട്ടങ്ങൾ എങ്ങനെയുണ്ടെന്നുള്ളതാണ് UAS 57 ലോക്സഭ നിയമസഭ നിയമസഭയുടെ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകണം. അഭിവാദ്യങ്ങൾ. Vote for LDF. Vote for LDF. Vote for LDF. Vote for LDF. Vote for LDF.